Question number 6 ആണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് 1a bc 1b ca 1c ab ഈസ് ഈക്വൽ ടു a മൈനസ് b ഇൻറ്റു b മൈനസ് c ഇൻറ്റു c മൈനസ് a. അപ്പോൾ ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് തന്നിട്ട് ഈ ആൻസർ കിട്ടണം. അപ്പോൾ നമ്മൾ ഡിറ്റർമിനന്റ് എടുത്തെഴുതി. ഡിറ്റർമിനന്റ് 1a bc 1b ca 1c ab ഒരു 1 ഇട്ട് വെച്ച് ബാക്കി 2 1 0 ആക്കിയാൽ മാത്രം മതി. ഇതിന് മുമ്പിൽ വന്ന പ്രോബ്ലംസിലൊക്കെ ഈ 1 1 1 ഉണ്ടാക്കിയെടുക്കണമായിരുന്നു. കോമൺ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് 1 1 1 വന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു 1 ഇട്ട് വെച്ച് ബാക്കി 2 1 0 ആക്കുക എന്നുള്ള കാര്യത്തിലേക്ക് നേരിട്ട് നമുക്ക് കടക്കാം. അപ്പോൾ പുതിയ R2 ഉണ്ടാകുന്നു, പുതിയ R3 ഉണ്ടാകുന്നു. ഈ 1 അങ്ങനെ തന്നെ ഇടുന്നു. പുതിയ R2 കിട്ടാൻ പഴയ R2 മൈനസ് R1, പുതിയ R3 കിട്ടാൻ പഴയ R3 മൈനസ് R1. ഈ 1ന് മാറ്റമില്ല, അപ്പോൾ R1ന് മാറ്റമില്ല. പുതിയ R2 മൈനസ് R1, പുതിയ R3 മൈനസ് R1. അപ്പോൾ R1 പഴയത് തന്നെ. ഡിറ്റർമിനൻറ്റിനകത്ത് 1a bc R2 മൈനസ് R1 ചെയ്യുന്നു. 1 മൈനസ് 1 0, b മൈനസ് a ca മൈനസ് bc. പുതിയ R3 മൈനസ് R1, 1 മൈനസ് 1 0, c മൈനസ് a b മൈനസ് bc. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 1a bc 0 b മൈനസ് a. ഇവിടെ c കോമൺ ആയിട്ട്, c അല്ല കോമൺ ആയിട്ട് എടുത്തത്, മൈനസ് c ആണ്. മൈനസ് c എടുത്താലാണ് b മൈനസ് a വരുള്ളൂ. മൈനസ് c പുറത്തേക്ക് എടുത്താലാണ് b മൈനസ് a വരുള്ളൂ. ഇവിടെ 0 c മൈനസ് a. ഇവിടെ പുറത്തെടുത്ത് മൈനസ് b ആണ്. മൈനസ് b എടുക്കുമ്പോഴാണ് c മൈനസ് a വരുള്ളൂ. ഇവിടെ c മൈനസ് a, അപ്പോൾ ഇവിടെയും c മൈനസ് a ആക്കുന്നതാണ്. b മൈനസ് a വന്നപ്പോൾ ഇവിടെയും b മൈനസ് a ആക്കുന്നതാണ്. അതിന് വേണ്ടി മൈനസ് സിയും മൈനസ് ബിയും ആണ് എടുത്തത്. ടേക്കിംഗ് b മൈനസ് a ഫ്രോം R2 ആൻഡ് c മൈനസ് a ഫ്രോം R3. b മൈനസ് a ഇൻറ്റു c മൈനസ് a ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1a bc 0 1 മൈനസ് c 0 1 മൈനസ് b എക്സ്പാൻഡിങ് അലോങ് c1 b മൈനസ് a ഇൻറ്റു c മൈനസ് a ഇൻറ്റു 1 ഉൾപ്പെട്ട എക്സ്പാൻഡിങ് അലോങ് c1 ആണ് ചെയ്യുന്നത്. 1 ഇൻറ്റു 1 ഉൾപ്പെട്ട റോയും കോളവും മാറ്റി കഴിയുമ്പോൾ ഡിറ്റർമിനൻറ്റ് 1 മൈനസ് c 1 മൈനസ് b. അപ്പോൾ b മൈനസ് a ഇൻറ്റു c മൈനസ് a ഇൻറ്റു മൈനസ് b മൈനസ് മൈനസ് c. അപ്പോൾ a മൈനസ്, അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. ഇനി നമ്മുടെ ആൻസർ അവർ തന്നേക്കുന്നത് a മൈനസ് b എന്നാണ്. ഒരു മൈനസ് ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ b മൈനസ് c എന്നാണ്. ഇത് ശരിക്കും മൈനസ് ബി പ്ലസ് സി എന്നാണ്. അപ്പോൾ ഈ ഇവിടെ പുറത്തെടുത്ത എ മൈനസ് ബി ആക്കാൻ വേണ്ടി പുറത്തെടുത്ത മൈനസ് ഈ ബ്രാക്കറ്റിലേക്ക് കൊടുത്തപ്പോൾ അത് ബി മൈനസ് സി ആയി. പിന്നെ സി മൈനസ് എ അതേപടി. ഇത് നേരെയാക്കാൻ എ മൈനസ് ബി ആക്കാൻ ഒരു മൈനസ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ മൈനസ് ഇതിലേക്ക് കൊടുത്തപ്പോൾ അത് ബി മൈനസ് സി ആയി. അപ്പോൾ 2 ടേം ശരിയായി. മൈനസ് തൊട്ട് പുറത്തില്ല താനും. പിന്നെ ഇൻറ്റു സി മൈനസ് എ. അങ്ങനെ നമ്മുടെ ആൻസർ കിട്ടി. ഒരു 1 ഇടിച്ച് ബാക്കി 2 1 0 ആക്കുന്നു. അപ്പോൾ പുതിയ R2 കിട്ടുന്നു, പുതിയ R3 കിട്ടുന്നു. പുതിയ R2 പഴയ R2 മൈനസ് R1, പുതിയ R3 മൈനസ് R1. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ b മൈനസ് എ ഫ്രോം R2 എടുക്കുന്നു, c മൈനസ് എ ഫ്രോം R3 എടുക്കുന്നു. പിന്നെ എക്സ്പാൻഡിങ് അലോങ് c1 കൂടി ചെയ്യുന്നു. ഏഴാമത്തെ യൂസിങ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ് ഷോ ദാറ്റ് ഡിറ്റർമിനൻറ്റ് 1a a സ്ക്വയർ 1b b സ്ക്വയർ 1c c സ്ക്വയർ ഈസ് ഈക്വൽ ടു, നേരെ എഴുതേണ്ടതാണ്. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ താഴെ എഴുതി. നിങ്ങൾ എഴുതുമ്പോൾ നേരെ എഴുതുക. a മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ എന്ന് നേരെ എഴുതുക. ഡിറ്റർമിനൻറ്റ് 1a a സ്ക്വയർ 1b b സ്ക്വയർ 1c c സ്ക്വയർ. കഴിഞ്ഞ കണക്ക് പോലെ തന്നെ ഒരു 1 ഇട്ട് വെച്ച് ബാക്കി 2 1 0 ആക്കുന്നു. അപ്പോൾ പുതിയ R2വും പുതിയ R3യും ഉണ്ടാകുന്നു. പുതിയ R2 മൈനസ് R1, പുതിയ R3 മൈനസ് R1. ഫസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല. ഡിറ്റർമിനൻറ്റ് 1a a സ്ക്വയർ. ഇങ്ങനെ കുറയ്ക്കുമ്പോൾ R2 മൈനസ് R1 ചെയ്യുമ്പോൾ 0 b മൈനസ് a b സ്ക്വയർ മൈനസ് a സ്ക്വയർ. പുതിയ R3 മൈനസ് R1 ചെയ്യുമ്പോൾ 0 c മൈനസ് a c സ്ക്വയർ മൈനസ് a സ്ക്വയർ. ഡിറ്റർമിനൻറ്റ് 1a a സ്ക്വയർ 0 b മൈനസ് a ഇൻറ്റു b പ്ലസ് എന്ന് അതിനെ സ്പ്ലിറ്റ് ചെയ്തു. 0 c മൈനസ് a ഇൻറ്റു c പ്ലസ് എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ടേക്കിംഗ് b മൈനസ് a ഫ്രോം R2 ആൻഡ് c മൈനസ് a ഫ്രോം R3. കഴിഞ്ഞ കണക്ക് പോലെയാണ് കൂടുതലും കാര്യങ്ങൾ. b മൈനസ് a ഇൻറ്റു c മൈനസ് a പുറത്തേക്ക് വന്നു. ഡിറ്റർമിനൻറ്റ് 1a a സ്ക്വയർ 0 1 b പ്ലസ് a 0 1 c പ്ലസ് a എക്സ്പാൻഡിങ് അലോങ് c1 ചെയ്യുമ്പോൾ
ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു 1 ഇൻറ്റു 1 ഉൾപ്പെട്ട റോകളെ മാറ്റി കഴിയുമ്പോൾ ഡിറ്റർമിനൻറ്റ് 1 ബി പ്ലസ് എ 1 സി പ്ലസ് എ. അപ്പോൾ ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി പ്ലസ് എ മൈനസ് ഓഫ് ബി പ്ലസ് എ. അപ്പോൾ ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ബ്രാക്കറ്റ് മാറ്റുമ്പോൾ സി മൈനസ് ബി. ഇനി അവർ പറഞ്ഞ പോലെ എ മൈനസ് ബി കൊണ്ടുവരാം. അപ്പോൾ ഒരു മൈനസ് ഇവിടെ പുറത്തെടുത്തു. ബി മൈനസ് സി വരണം. ഒരു മൈനസും കൂടെ പുറത്തെടുത്തു. അപ്പോൾ ആ പുറത്തെടുത്ത 2 മൈനസും കൂടെ കുടിച്ച് പോസിറ്റീവായി. പിന്നെ സി മൈനസ് എ. അങ്ങനെ നമുക്ക് ആ കണക്ക് കിട്ടി. ഇനി 8ാമത്തെ കണക്ക് ഷോ ദ ഡിറ്റർമിനൻറ്റ് 1 പ്ലസ് എ 1 1 1 1 പ്ലസ് ബി 1 1 1 1 പ്ലസ് സി സമ എ ബി സി ഇൻറ്റു 1 പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി. ഈ ഡിറ്റർമിനൻറ്റ് എടുത്തെഴുതി. നിങ്ങൾക്കറിയാം നമ്മുടെ ആൻസറിനകത്ത് എയും ബിയും സിയും അല്ല, 1 ബൈ എ 1 ബൈ ബി 1 ബൈ സി ആണ്. അപ്പോൾ തന്നെ ഇതിനകം 1 ബൈ എ 1 ബൈ ബി 1 ബൈ സി ഉണ്ടാകണം. അതിനു വേണ്ടി R1 നിന്ന് എ പുറത്തെടുത്തു, R2 നിന്ന് ബി പുറത്തെടുത്തു, R3 നിന്ന് സി പുറത്തെടുത്തു. അപ്പോൾ എ ബി സി പുറത്തു വന്നു. ടേക്കിംഗ് എ ഫ്രം R1, ബി ഫ്രം R2 ആൻഡ് സി ഫ്രം R3. അപ്പോൾ എ ബി സി ഇൻറ്റു ഈ R1 നിന്ന് എ പുറത്തെടുത്തപ്പോൾ എല്ലാ ടീമും എ കൊണ്ട് ഹരിക്കണം. അങ്ങനെയാണ് എ പുറത്തേക്ക് എടുക്കുമ്പോൾ 1 ബൈ എ പ്ലസ് 1 1 ബൈ എ 1 ബൈ എ അങ്ങനെ ഫസ്റ്റ് റോ മാറി. 1 ബൈ എ പ്ലസ് 1 എല്ലാ ടീമിനെയും ഹരിക്കുമ്പോൾ 1 ബൈ എ പ്ലസ് 1 1 ബൈ എ 1 ബൈ എ. ഈ ബി ഇവിടെ നിന്ന് പുറത്തെടുത്തപ്പോൾ 1 ബൈ ബി 1 ബൈ ബി പ്ലസ് 1 1 ബൈ ബി. സി പുറത്തെടുത്തപ്പോൾ 1 ബൈ സി 1 ബൈ സി 1 ബൈ സി പ്ലസ് 1 കിട്ടി. ഇനി നമുക്ക് നേരെ കൂട്ടിക്കഴിഞ്ഞാൽ 1 ബൈ എ 1 ബൈ എ 1 ബൈ എ ഒക്കെയാണ് കൂട്ടുന്നത്. പക്ഷേ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 1 പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി നമ്മുടെ ആൻസറിൽ വരുന്ന കാര്യം കിട്ടും. അപ്പോൾ ഇതെവിടുത്തെ ഫസ്റ്റ്, ഇതെവിടുത്തെ ഫസ്റ്റ്, ഇതെവിടുത്തെ ഫസ്റ്റ്. R1 ഫസ്റ്റ്, R2 ഫസ്റ്റ്, R3 ഫസ്റ്റ്. അപ്പോൾ പുതിയ R1 പ്ലസ് R2 പ്ലസ് R3 എ ബി സി ഇൻറ്റു പുതിയ R1 ഉണ്ടാക്കുവാണ്. 1 പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി ആണ്. ഇതിങ്ങനെ കൂട്ടുമ്പോഴും ആറ്റയം തന്നെ കിട്ടുന്നു. 1 പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി. ഇത് കൂട്ടുമ്പോഴും ആറ്റയം തന്നെ കിട്ടുന്നു. 1 പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി. സെക്കൻഡ് റോയ്ക്കോ തേർഡ് റോയ്ക്കോ മാറ്റമില്ല. സെക്കൻഡ് റോ 1 ബൈ ബി 1 ബൈ ബി പ്ലസ് 1 1 ബൈ ബി തന്നെ. തേർഡ് റോ 1 ബൈ സി 1 ബൈ സി 1 ബൈ സി പ്ലസ് 1 തന്നെ. ഇനി നമുക്ക് ടേക്കിംഗ് 1 പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി ഫ്രോം R1. അപ്പോൾ എ ബി സി ഇൻറ്റു 1 പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി പുറത്തേക്ക് വരും. ഡിറ്റർമിനൻറ്റിനകത്ത് ഫസ്റ്റ് റോ മുഴുവൻ 1 വരും. 1 1 1. സെക്കൻഡ് റോ മാറ്റമില്ലാതെ 1 ബൈ ബി 1 ബൈ ബി പ്ലസ് 1 ബൈ ബി. തേർഡ് റോ മാറ്റമില്ലാതെ 1 ബൈ സി 1 ബൈ സി 1 ബൈ സി പ്ലസ് 1. ഒരു 1 ഇട്ടേച്ച് ബാക്കി 2 1 0. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പുതിയ C2 ഉണ്ടാകുന്നു, പുതിയ C3 ഉണ്ടാകുന്നു. പുതിയ C2 മൈനസ് C1 ചെയ്തും പുതിയ C3 മൈനസ് C1 ചെയ്തുമാണ്. അപ്പോൾ എ ബി സി ഇൻറ്റു 1 പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 0 0. C1 പഴയത് തന്നെ 1 1 ബൈ ബി 1 ബൈ സി. പുതിയ C2 മൈനസ് C1 അതായത് 1 മൈനസ് 1 0 1 ബൈ ബി പ്ലസ് 1 മൈനസ് 1 ബൈ ബി 1 1 ബൈ സി മൈനസ് 1 ബൈ സി 0. പുതിയ C3 മൈനസ് C1 1 മൈനസ് 1 0 1 ബൈ ബി മൈനസ് 1 ബൈ ബി 0 1 ബൈ സി പ്ലസ് 1 മൈനസ് 1 ബൈ സി 1. എക്സ്പാൻഡിങ് എലോങ് R1 ചെയ്താൽ മതി. എ ബി സി ഇൻറ്റു 1 പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി ഇൻറ്റു 1 ഇൻറ്റു 1 ഉൾപ്പെട്ട റോയും കോളവും മാറ്റി കഴിയുമ്പോൾ കൂടെ വരുന്നത് ഡിറ്റർമിനൻറ്റ് 1 0 0 1 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്കറിയാം 1 കിട്ടുള്ളൂ ആകപ്പാടെ. അപ്പോൾ എ ബി സി ഇൻറ്റു 1 പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി ഇൻറ്റു 1 ആണ് കിട്ടി. ഇതായിരുന്നു നമ്മുടെ ആൻസർ അവർ തന്നത്. എ ബി സി ഇൻറ്റു 1 പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി. ആകപ്പാടെ നമ്മളിവിടെ ചെയ്ത കാര്യം ഇതിൻ്റെ ഉള്ളിൽ 1 ബൈ എ വരുത്തണം, 1 ബൈ ബി വരുത്തണം, 1 ബൈ സി വരുത്തണം. അതിന് വേണ്ടി ടേക്കിംഗ് ഔട്ട് എ ഫ്രം R1 ബി ഫ്രം R2 ആൻഡ് സി ഫ്രം R3 ചെയ്തപ്പോൾ ആ കാര്യങ്ങൾ വന്നു. പിന്നെ പുതിയ R1 പ്ലസ് R2 പ്ലസ് R3 ചെയ്ത് നമ്മുടെ ആ ടേം ഉണ്ടാക്കി അതിനെ പുറത്തേക്ക് എടുത്തു. അപ്പോഴേക്കും 1 1 1 വന്നു. ഒരു 1 ഇട്ട് വെച്ച് ബാക്കി 2 1 0 ആക്കി. പുതിയ C2 മൈനസ് C1 പുതിയ C3 മൈനസ് C1 വെച്ച് പിന്നെ എക്സ്പാൻഡിങ് എലോങ് R1 കൂടി ചെയ്ത് നമ്മുടെ ആൻസറിലേക്ക് വരുവാണ്. ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ കണക്കുകളാണ്. ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് കണക്കുകളുണ്ട്. പക്ഷേ ഇതൊന്നും വലിയ ആനയും കുതിരയും കാര്യം ഒരേ ടൈപ്പ് കണക്ക് തന്നെയാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലും കുറച്ച് കണക്കുകളുണ്ട്. ഇൻ്റഗ്രേഷൻ്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞു തരുവാണ്. കാരണം
ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് -2x² + 6s + 8 dx. അപ്പോൾ റൂട്ടിനകത്തൊരു സെക്കൻഡ് ഡിഗ്രി, ആ സെക്കൻഡ് ഡിഗ്രി എടുത്ത് അതിനെ 2 സ്ക്വയറുകളുടെ സമമായിട്ടോ ഡിഫറൻസ് ആയിട്ടോ മാറ്റുന്നു. അതിന് വേണ്ടി S² കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ഒന്നാക്കാൻ -2 പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ബ്രാക്കറ്റിൽ S² -3x -4 ആണ് വരേണ്ടത്. കാരണം പുറത്തെടുത്തും -2 ആണ്. -2 ഇൻറ്റു എക്സിൻ്റെ കോഎഫിഷ്യൻ്റെ പകുതി, അപ്പോൾ -3/2 വെച്ച് x -3/2 ഹോൾ സ്ക്വയർ. അങ്ങനെ നമ്മൾ സ്ക്വയർ ഉണ്ടാക്കി. അപ്പോൾ 2 ടേം ശരിയാകും. തിരിച്ച് ഇവിടെ ഒരു 9/4 പോസിറ്റീവ് വരും. അത് കളഞ്ഞ് -9/4 പിന്നെ -4 കൂടി ഇടാനുണ്ട്. -2 ഇതെല്ലാം -2 ഇൻറ്റു ആ ബ്രാക്കറ്റിനുള്ളിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ. -2 ഇൻറ്റു s -3/2 ഹോൾ സ്ക്വയർ പ്ലസ് ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 4 LC എടുക്കുന്നു. -9 -16 -2 ഇൻറ്റു s -3/2 ഹോൾ സ്ക്വയർ പ്ലസ് -25/4 -2 ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റിൽ s -3/2 ഹോൾ സ്ക്വയർ -5/2 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ റൂട്ടിനകത്ത് ഇൻ്റഗ്രൽ റൂട്ടിനകത്ത് -2 ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റിൽ s -3/2 ഹോൾ സ്ക്വയർ -5/2 ഹോൾ സ്ക്വയർ dx എന്ന് എഴുതുന്നു. ഈ മൈനസിൻ്റെ ഉള്ളിലേക്ക് ഗുണിക്കുമ്പോൾ 5/2 ഹോൾ സ്ക്വയർ ആദ്യം വരുന്നു, -s -3/2 ഹോൾ സ്ക്വയർ പിന്നെ വരുന്നു. ഇൻ്റഗ്രൽ റൂട്ടിനകത്ത് 2 ഇൻറ്റു 5/2 ഹോൾ സ്ക്വയർ ആദ്യം വരുന്നു, -s -3/2 ഹോൾ സ്ക്വയർ dx പിന്നെ വരുന്നു. അതിന് ഈ റൂട്ട് പുറത്തേക്ക് എടുക്കുന്നു. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 5/2 ഹോൾ സ്ക്വയർ -s -3/2 ഹോൾ സ്ക്വയർ dx. നിങ്ങൾക്കറിയാം ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് a² - s² dx രൂപമാണിത്. അതിന് ഫോർമുല പഠിച്ചിട്ടുണ്ട്. s/2 റൂട്ട് ഓഫ് a² - s² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് s/a പ്ലസ് c. s/2 റൂട്ട് ഓഫ് a² - s² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് s/a പ്ലസ് c. ക്യാപിറ്റൽ എക്സ് ആയിട്ട് x -3/2 കരുതിക്കൊണ്ട് വേണം. അപ്പോൾ ഈ √2 അങ്ങനെ തന്നെ എഴുതി. x/2 എന്നുള്ളിടത്ത് x -3/2/2 റൂട്ട് ഓഫ് a² - s² എന്നുള്ളിടത്ത് റൂട്ട് ഓഫ് 5/2 ഹോൾ സ്ക്വയർ -s -3/2 ഹോൾ സ്ക്വയർ പ്ലസ് a²/2 എന്നുള്ളിടത്ത് പ്ലസ് 5/2 ഹോൾ സ്ക്വയർ/2 സൈൻ ഇൻവേഴ്സ് s/a എന്നുള്ളിടത്ത് സൈൻ ഇൻവേഴ്സ് s -3/2/5/2. ക്യാപിറ്റൽ എക്സ് ആയിട്ട് കരുതിയതിൻ്റെ ഡിഫറൻഷ്യൽ 1 കൊണ്ട് മൊത്തം ഹരിച്ചു +1. ഇവിടെ മാത്രമല്ല ഇതിൻ്റെയും കൂടെ അടിയിൽ വരുന്നതാണ് /1 പ്ലസ് c. അപ്പോൾ √2 ഇൻറ്റു s സ്ക്വയർ ബ്രാക്കറ്റിൽ s -3/2/2 ഇൻറ്റു റൂട്ട് ഓഫ് 5/2 ഹോൾ സ്ക്വയർ -s -3/2 ഹോൾ സ്ക്വയർ പ്ലസ് 25/4/2 25/8 സൈൻ ഇൻവേഴ്സ്. ഇത് LC എടുക്കുന്ന 2x - 3 ആ /2 ഈ 2 ആയിട്ട് വെട്ടി. അപ്പോൾ 2x - 3/5 പ്ലസ് c. കാൽക്കുലേഷനൊക്കെ ശരിക്കും അറിയാവുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സെക്കൻഡ് ഡിഗ്രി എടുത്ത് നമ്മൾ S² കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ഒന്നാക്കാൻ വേണ്ടി -2 പുറത്തെടുത്തിട്ട് 2 സ്ക്വയറുകളുടെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ മാറ്റി കൊണ്ടുവന്നിട്ട് അത് ഈ റൂട്ടിലേക്ക് എഴുതി കഴിയുമ്പോൾ മൈനസ് ആദ്യം തന്നെ അകത്തേക്ക് കയറ്റുന്നു, പിന്നെ √2 പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് a² - s² dxൻ്റെ ഫോർമുല വെച്ച് നമുക്ക് ക്യാപിറ്റൽ എക്സ് ആയിട്ട് s -3/2 പരിഗണിച്ചുകൊണ്ട് ആൻസർ എഴുതാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഇൻ്റഗ്രേഷനകത്തെ ഒരു കണക്ക് വിട്ടുപോയതല്ല, ഡിലീറ്റ് ചെയ്ത് ഇതായിരുന്നു. ഫോർമുല പഠിച്ചാൽ നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി വന്നാൽ റൂട്ടിനകത്ത് വന്നാലും അല്ലാതെ വന്നാലും ഒക്കെ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കണക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കണക്കും പിന്നെ 1, 2, 3 കണക്കുമാണ് ഞാൻ പഠിപ്പിച്ചത്. 3, 4 കണക്കാണ് നിങ്ങൾ ടോട്ടൽ അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്കായിട്ട് ഇന്ന് വൈകുന്നേരത്തെ പരീക്ഷയ്ക്കായിട്ട് പഠിക്കേണ്ടത്. ഇനി ഡെഫിനൈറ്റ് ഇൻ്റഗ്രൽ ഓഫ് ദ ലിമിറ്റ് ഓഫ് എ സം എന്ന് പറയുന്ന ഒറ്റ കാര്യം, അതെല്ലാം ഒരേ ടൈപ്പ് പ്രോബ്ലംസാണ് ഈ കാണുന്നത് മുഴുവൻ. ആ പ്രോബ്ലംസും കൂടി കഴിയുമ്പോൾ ആദ്യത്തെ ഇൻ്റഗ്രേഷൻ എന്ന പാഠത്തിൻ്റെ കണക്ക് തീരും. നമുക്ക് പതുക്കെ പഠിക്കാം. ഇന്നത്തെ പരീക്ഷയ്ക്കായിട്ട് പഠിക്കുക.